ഹായ് പരേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങൾ വെയിൽസിലുള്ളൊരു ബ്യൂട്ടിഫുൾ പ്ലേസിലേക്ക് പോകാനായിട്ടാണ് പോകുന്നത്. ഇറ്റ്സ് എ വില്ലേജ് ആൻഡ് കാണാൻ കുറേ നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. ഫോറസ്റ്റ്, വാട്ടർഫോൾസ്, ഹിൽസ്, അടിപൊളി അഡ്വഞ്ചർ ടൈപ്പായിട്ടുള്ള ഒരു യാത്രയാണ്. സോ നമ്മൾ ആദ്യമേ തന്നെ ബസ്സിൽ കയറി £1 ടിക്കറ്റ് എടുത്തു. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് ട്രാവൽ പാസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും പോകാനായിട്ട് £1 ഉള്ളൂ. സോ ആ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങളെല്ലാവരും ബസ്സിൽ കയറി ഇവിടുന്ന് ഞങ്ങളുടെ ഫ്രിദോർഡ് വില്ലേജിൽ നിന്ന് യാത്ര തുടങ്ങി. രാവിലെ എഴുന്നേച്ച് പോകാൻ നല്ല മടിയായിരുന്നു. ബട്ട് കൂടെ ഇരിക്കുന്ന അലീന ഞങ്ങളെ എല്ലാവരെയും വന്ന് ഡോറിൽ മുട്ടി വിളിച്ചെഴുന്നേൽപ്പിച്ച് അങ്ങനെ റെഡിയാക്കി ഞങ്ങളെല്ലാവരും ഇറങ്ങി. കറക്റ്റ് ടൈമിൽ ബസ് കിട്ടി. അങ്ങനെ ഞങ്ങളുടെ ഈ ബാങ്കർ സൈഡിലൂടെ പോകുമ്പോൾ ഉള്ള കാഴ്ചയാണിത്. പ്രത്യേകം പറയാനുള്ളത്, പോകുന്ന വഴിയൊക്കെ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. കുറേ ഹിൽസും ലൈക്ക് കളർഫുൾ ബിൽഡിങ്സും പിന്നെ കുറേ വാട്ടർഫോൾസ്, ചെറിയ ചെറിയ വാട്ടർഫോൾസ്, അവിടെ ഇവിടെ സ്നോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുന്ന കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഏറ്റവും മെയിനായിട്ട് ഞങ്ങൾ സ്നോഡോണിയയുടെ ആ ഒരു പാർട്ടിലൂടെയാണ് ഞങ്ങൾ പോയേക്കുന്നത്. എനിവേ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലല്ലോ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ഞങ്ങൾ പോകുന്നത് ബെറ്റ്സിക്കോയിഡ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അവിടെ ഷാലോ വാട്ടർഫോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഞങ്ങൾ അവിടുന്ന് ലാൻഡ്ബ്രേസിലെത്തി. അവിടുന്ന് ബസ് ഇറങ്ങി അടുത്ത ബസ്സിന് വെയിറ്റ് ചെയ്യുമ്പോൾ ഉള്ള കാഴ്ചയാണിത്. അങ്ങനെ നോക്കുമ്പോൾ കൂട്ടം തെറ്റി 4 ആടുകൾ ഇങ്ങനെ നടക്കുക. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അതൊക്കെ കണ്ട് കുറേ നേരം അവിടെ ഇരുന്ന് അതുങ്ങളെയൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഞങ്ങളെക്കുറിച്ച് പറയുന്ന പോലെ തന്നെ അതുങ്ങളെ ഇങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും നെക്സ്റ്റ് ബസ്സിൽ കയറി ഇങ്ങനെ വീണ്ടും യാത്ര തുടങ്ങി. അങ്ങനെ പോകെ ഞങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ബസ് ഓടാൻ തുടങ്ങി. ഈ കാണുന്നുണ്ടല്ലോ അവിടുത്തെ ഒരു ഡാമാണ്. ആൻഡ് ഈ കാണുന്ന പോലെയേ അല്ലത്, നല്ല രസമാണ് നേരിട്ട് കാണാനായിട്ട്. ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. ആൻഡ് ഞങ്ങൾ അതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ പോകുകയാണ്. ഇതൊക്കെയാണ് പോകുന്ന വഴിയാട്ടോ. കാണാൻ ഭയങ്കര രസമാണ്. ലൈക്ക് എന്താ പറയുക, വേർഡ്സ് ഇല്ല അത് പറയാനായിട്ട്. കാരണം ഈ കാണുന്ന കളറേ അല്ല, വെള്ളത്തിന് കറക്റ്റ് ഭയങ്കര ഒരു ലൈറ്റ് ബ്ലൂ കളറാണ്. ആൻഡ് ഇറ്റ് ലുക്ക് ഓസം. ഇതാണ് സ്നോഡോണിയ. ലൈക്ക് ഇവിടെ നിന്നാണ് സ്നോഡോണിയ ഹിൽ ഹൈക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ കൊണ്ട് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മണ്ടയ്ക്കോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ഇറങ്ങിയത് ലൈക്ക് ബസ് കുറേ നേരം അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടു. അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അവിടെ ഇറങ്ങി. അപ്പം നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ അറ്റ് ലാസ്റ്റ് ഞങ്ങൾ റീച്ചായിരിക്കുന്നു ബെറ്റ്സിക്കോയിഡ്, ഞങ്ങളുടെ ഫേസ്റ്റ് ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഞങ്ങൾ അവിടെ വന്നു, കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. എന്നിട്ട് ഞങ്ങൾ നോക്കുമ്പോൾ ഒരു ഷോപ്സ് കുറേ ഡിസ്കൗണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഷോപ്പിൽ കയറാമെന്ന് വിചാരിച്ചു. ഷോപ്പിൽ കയറി. ബട്ട് എല്ലാത്തിൻ്റെയും വില കൂട്ടിയിട്ടിട്ട് അത് പകുതിയാക്കിയിട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളൊന്നും എടുക്കാനായിട്ട് പോയതല്ല, ജസ്റ്റ് കാണാനായിട്ട് പോയതാണ്. ബട്ട് അവിടുത്തെ ആ ഒരു സ്ഥലവും കാര്യങ്ങളൊക്കെ നല്ല രസമായിരുന്നു കാണാൻ. ക്രിസ്മസ് വരുന്നത് കൊണ്ട് തന്നെ എല്ലാം നല്ല ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ട് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുക. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് സെൽഫി വീഡിയോ അല്ലാത്ത വീഡിയോ ഒക്കെ എടുത്തിങ്ങനെ നിന്നു. അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഒരു ഗൊറില്ല ഞങ്ങൾ ചേർന്നു. എന്നിട്ട് ഒരാളുടെ പേരും പറഞ്ഞ് ഞങ്ങൾ കളിയാക്കിയിട്ട് ഞങ്ങൾ പിന്നെ നടന്നു. നേരെ ഒരു കാപ്പി കുടിക്കാം അല്ലെങ്കിൽ ഒരു ചായ കുടിക്കാമെന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ ഇങ്ങനെ ഇറങ്ങി. ശിവദേണ്ട് ഊതിക്കൊണ്ടിരിക്കുക. പോകുന്ന എടുക്കുക, ഇതൊക്കെ എടുക്കുക എന്ന് പറഞ്ഞിട്ട് അവൾ ഊതിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നൈസായിട്ട് ഒരു ടീ ഷോപ്പ് കണ്ടുപിടിച്ചു. ആൻഡ് നല്ല ഒരു നല്ല വൈബാണ് ഒരു കോഫി ഷോപ്പ് കാണാനായിട്ട്. സോ ഞങ്ങൾ അവിടെ നിന്ന് അവിടെ കയറിയിട്ടൊരു ഒരു ടീ കുടിച്ചു. ആ കടയിലെ സ്പെഷ്യലായിട്ടുള്ള ആൽഫ പ്ലെൻ ടീ എന്ന് പറയുന്നൊരു ടീയും ഹോട്ട് ചോക്ലേറ്റും മേടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. വെളിയിലിറങ്ങി കുടിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അതുവഴി നടന്ന് നല്ല സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിങ്ങനെ നടക്കുക. കാരണം ഞങ്ങളുടെ ബാങ്കർ ഏരിയയിൽ നിന്നും ഒട്ടുമിക്ക സ്ഥലങ്ങളും മാറി വരുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട്. കാരണം നമ്മൾ കാണാത്ത സ്ഥലം കൂടെ ആകുമ്പോൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. സോ അവിടെ നിന്ന് ഞങ്ങളിങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് ഇതിൻ്റെ ചായയൊക്കെ മേടിച്ച് കുടിച്ച് ഇങ്ങനെ നടക്കുകയാണ്. എന്നിട്ട് ഞങ്ങളിങ്ങനെ കുറേ കടയിലൊക്കെ ആദ്യമേ കയറിയത്. കാരണം അവിടുത്തെ കടയൊക്കെ കാണാനായിട്ട് ലൈക്ക് വില്ലേജ് ഏരിയയാണ്. ബട്ട് അവിടുത്തെ ഷോപ്സും കാര്യങ്ങളും ഒക്കെ ഭയങ്കര നൈസാണ്. ലൈക്ക് ഒരു വെജിറ്റബിൾ ഷോപ്പ് പോലും അവർ ഭയങ്കര ക്യൂട്ടായിട്ട് അലങ്കരിച്ച് വെച്ചേക്കുന്നത്. ലൈറ്റ്സൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ആദ്യമേ കയറാൻ പോയത് ഒരു വെജിറ്റബിൾ ഷോപ്പിലേക്ക്. ബട്ട് പിന്നാണ് മനസ്സിലായത് ലൈക്ക് ഞങ്ങൾ വിചാരിച്ചെന്താ അതിങ്ങനെ ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചേക്കുന്ന ഒരു കടയായിരിക്കും എന്ന് വിചാരിച്ച് കയറാൻ പോയത്. ബട്ട് അതൊരു വെജിറ്റബിൾ ഷോപ്പായിരുന്നു. അവിടെ നിന്ന് പിന്നെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ നടന്നു. ഇതവിടുത്തെ ഒരു ഫേമസ് ഷോപ്പാണ്. അവരിവിടെ കുറേ ലൈക്ക് ഡിസൈൻഡ് സ്റ്റാച്യൂസും കാര്യങ്ങളൊക്കെ വെക്കുന്ന. ബട്ട് അതിൻ്റെ റേറ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. ഒരു ചെറിയ ഡ്രാഗൻ്റെ വാല്യൂ എത്രയാണെന്നറിയുമോ?
ഇപ്പോൾ ചെറിയ ഡ്രാഗൻ്റെ വാല്യൂ പോലും 140 പൗണ്ട്. ദാറ്റ് മീൻസ് നാട്ടിലത്തെ 10,000 സംതിങ് രൂപ വരുന്ന എമൗണ്ടിലുള്ള സ്റ്റാച്യൂസും കാര്യങ്ങളൊക്കെയാണ്. ആൻഡ് ഡു യു നോ വൺ തിങ്, ഇവിടുത്തെ ആൾക്കാർ ഇതൊക്കെ മേടിച്ച് അവരുടെ റൂമിലൊക്കെ വെക്കും. നമ്മളെ കൊണ്ട് അതിന് പറ്റില്ലേ? നമ്മളെ കൊണ്ട് 1 പൗണ്ട് മുടക്കുമ്പോൾ തന്നെ നമ്മൾ അയ്യോ പോയി എന്ന് പറഞ്ഞ് നിൽക്കുന്നത്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ ഫുള്ള് ബിൽഡിങ്സും ഷോപ്സിൽ എല്ലായിടത്തും ലൈറ്റും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങൾ നടക്കാൻ തുടങ്ങി. ഞങ്ങൾ നടക്കുന്ന വഴിയിൽ ഫുൾ കടയുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഒരു ഷോപ്പിൽ കയറി. ഈ ഷോപ്പിൽ ഭയങ്കര റേറ്റ് കുറവ് എല്ലാത്തിനും. ബട്ട് ഞങ്ങളൊന്നും എടുത്തിട്ടില്ല. ലൈക്ക് ഭയങ്കര റേറ്റ് കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സാധനം പ്ലസ് ഭയങ്കര റേറ്റ് കുറവ്. ഒരു കോട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. അത് നല്ല ഫറും കാര്യങ്ങളൊക്കെ ഉള്ളത്, നല്ല രസമാണ് അത് കാണാൻ. പിന്നെ ഈ കുപ്പിയിൽ വെച്ചേക്കുന്ന ജ്യൂസൊന്നും അല്ല, ജിന്നും കാര്യങ്ങളൊക്കെയാണ്. കാരണം അവിടെ ഇച്ചിരി തണുപ്പ് ഭയങ്കര കൂടുതലാണ്. സോ ഇങ്ങനെ ലൈക്ക് ടൂറിസ്റ്റും അവരവരൊക്കെ വരുമ്പോൾ അവർ ഒരെണ്ണം മേടിച്ച് ലൈക്ക് ജസ്റ്റ് ഒരെണ്ണം അടിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. ബട്ട് ഞങ്ങളാരും അതൊന്നും തൊടാറില്ല. പിന്നെ ഇങ്ങനെ ഞങ്ങളെല്ലാം കണ്ട് നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ പോയപ്പോഴാണ് ലൈക്ക് റോഡ് ക്രോസ് ചെയ്യുന്ന ടൈമിൽ കണ്ട കാഴ്ചയാണ് ഇത്. ഞങ്ങൾ മെയിനായിട്ടും വന്നത് ഷാലോ ഫോൾസ് കാണാനാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവിടെ മെയിൻ്റെനൻസ് വർക്ക് നടക്കുന്നത് കൊണ്ട് അത് താഴേക്ക് ഇറങ്ങാനായിട്ട് പറ്റില്ലായിരുന്നു. ബട്ട് ഞങ്ങൾ അവിടെ നിന്ന് മണ്ടയ്ക്ക് നിന്നുള്ള വ്യൂസും കാര്യങ്ങളൊക്കെ കണ്ട് അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്നൊരു രീതി നിൽക്കുമ്പോഴാണ് അവിടെ നിന്നൊരു അപ്പച്ചൻ വന്നിട്ട് പറഞ്ഞത് അങ്ങോട്ടേക്ക് കുറച്ച് നീങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല വ്യൂ കിട്ടുമെന്ന്. അപ്പം ഞങ്ങൾ അവിടെ പോയി നിന്ന് കണ്ട് നല്ല രസമായിരുന്നു. അങ്ങോട്ടേക്ക് ഇറങ്ങാം, ബട്ട് ഭയങ്കര ഡേഞ്ചർ, ഭയങ്കര സ്ലിപ്പി ആയിട്ട് കിടക്കുമായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഞങ്ങളൊരു ഹില്ല് കണ്ടു. ആ ഹില്ല് കയറാമെന്ന് തന്നെ അങ്ങ് വിചാരിച്ചു. ആ മലയുടെ മണ്ടയ്ക്ക് എന്താണെന്നറിയാനായിട്ട് ഞങ്ങൾ 5 പേരും കൂടെ 2.5 മണിക്കൂർ ഞങ്ങൾ കയറി അങ്ങ് മണ്ടയ്ക്ക് എത്തുമ്പോൾ ലൈക്ക് നൈസ് നല്ല വ്യൂ, എക്കോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിത് കയറാൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഞങ്ങളുടെ പുറകെ ഒരു അപ്പച്ചനും അമ്മച്ചിയും ഒരു പട്ടിക്കുട്ടിയും ഉണ്ടായിരുന്നു. ബട്ട് ഞങ്ങൾ അവരെ കടത്തിയിട്ട് ഷോർട്ട് കട്ട് വഴി അവരെക്കാട്ടിലും മുന്നിൽ വന്നിട്ട് ഞങ്ങളിങ്ങനെ നടക്കുവാണ് മണ്ടേക്ക്. പക്ഷേ ഈ പോകുന്ന വഴിയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും ചെറിയ വാട്ടർഫോൾസ് പോലത്തെ ഇങ്ങനെ കാടിൻ്റെ ഇടയ്ക്കൂടെ ഉള്ളത്. അതിങ്ങനെ കണക്ട് ചെയ്തേക്കുന്നതും നല്ല രസമാണ് കാണാനായിട്ട്. ആൻഡ് ഞങ്ങൾ ആ പോകുന്ന സമയത്ത് തണുപ്പുണ്ട്. ബട്ട് ഞങ്ങൾ കയറുന്ന ആ ഒരു എഫേർട്ടിൽ ഞങ്ങൾക്ക് തണുപ്പോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒറ്റ മൈൻഡായിരുന്നു, എങ്ങനെയെങ്കിലും മണ്ടക്കെത്തണം, മണ്ട കാണണം, അവിടെ എന്താ ഉള്ളതെന്ന് അറിയണം. അങ്ങനെ ഞങ്ങളിങ്ങനെ പോകുന്ന വഴിയിലൊക്കെ ഓരോന്നൊക്കെ പറഞ്ഞ് പാട്ടും വെച്ച് നല്ല രസമായിട്ട് പോകുന്ന സമയത്താണ് ലൈക്ക് ഒരു കോസി ആയിട്ടുള്ളൊരു ഏരിയ എത്തിയത്. അവിടെ ആണെങ്കിൽ നല്ല മരവും ആ തറയിൽ കിടക്കുന്നത് ഫുള്ള് ലൈക്ക് മണ്ണല്ല, അതിൽ നിന്നുള്ള ഇലയാണ്. ആ ഇലയാണെങ്കിൽ തന്നെ ലൈക്ക് നല്ല രസം അവിടെ നിൽക്കാൻ. ഒരു നമ്മുടെ മൂന്നാർ വൈബില്ലേ ആ ഒരു രീതിയിലൊക്കെ തോന്നും, നല്ല രസമാണ്. പിന്നെ അവിടെ ഒത്തിരി എൻഡിലോട്ട് പോയി കഴിഞ്ഞാൽ നേരെ താഴോട്ട് കിടക്കും. അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ കൂട്ടുകാരി അൻസയും അവരൊക്കെ എന്നെ വിളിച്ച് എന്നിട്ട് നേരെ വീണ്ടും പോവാണ് മണ്ടയ്ക്ക്. അങ്ങനെ മണ്ടക്കോട്ട് പിന്നെ നടക്കാൻ തുടങ്ങി. ഇവിടെ പാത്ത് കാണിച്ചിട്ടുണ്ട്, ബട്ട് വേറെ വഴിയുണ്ട്. വഴി തെറ്റാൻ നല്ല ചാൻസ് ഉണ്ട്, ലൈക്ക് പെട്ടുപോകാനും ചാൻസ് ഉണ്ട്. ഞങ്ങൾ ഈ പോയ സമയത്ത് ഓൾറെഡി അവിടെ ഇങ്ങനെ നനഞ്ഞ് കുതിർന്നൊക്കെ കിടക്കുന്നൊരു ടൈമാണ്, മഴ പെയ്തിട്ട്. ബട്ട് സ്ലിപ്പറി ആണ്. ഞാൻ ഒരു പാറയുടെ പോലെ ഇതിൽ കയറിയപ്പോൾ നൈസായിട്ടൊന്ന് തെന്നിയായിരുന്നു. ബട്ട് കുഴപ്പമൊന്നും ഇല്ലാണ്ട് അങ്ങനെ ഞങ്ങൾ ഏറ്റവും മണ്ടക്കോട്ട് എത്തുന്നൊരു സീനാണിത്. ആ എത്തുന്ന ടൈമിൽ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആട്ടോ. ലൈക്ക് അത്രയും നേരം കഷ്ടപ്പെട്ട് കയറി അതിൻ്റെ മണ്ടയ്ക്ക് എത്തി ഒന്ന് കാറുമ്പോൾ കിട്ടുന്ന ആ എക്കോ സൗണ്ടും അതുമൊക്കെ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ തരും. എന്നിട്ട് ഞങ്ങൾക്ക് അടുത്ത ഒരു സ്പേസിലോട്ട് പോകേണ്ടത് കൊണ്ട് തന്നെ ഞങ്ങൾ മണ്ടയ്ക്ക് എത്തിക്കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് തന്നെ താഴെ എത്താനായിട്ട് നോക്കി. കയറാൻ 2 മണിക്കൂർ എടുത്തെങ്കിലും അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് ഞങ്ങളൊരു അരമണിക്കൂർ പോലും എടുത്ത് കാണില്ല. അങ്ങനെ വരുമ്പോഴാണ് ഒരു അപ്പച്ചനെയും അമ്മച്ചിയെയും, ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ പുറകെ ഉണ്ടെന്ന്, ഞങ്ങൾ ഇറങ്ങി വരുമ്പോഴവർ പകുതി കയറുന്നതേ ഉള്ളൂ. അങ്ങനെ ഷാരിഫ് ഒരു വടി എടുത്തിട്ട് കൊടുത്തു. പട്ടി അത് കടിച്ചെടുക്കാൻ നോക്കി, പക്ഷെ പട്ടിയുടെ കയ്യിൽ കിട്ടിയില്ല, ഒടിഞ്ഞു പോയി. എന്നിട്ട് അതിങ്ങനെ ഓടിക്കൊണ്ട് നടക്കുക. ആൻഡ് ആ പട്ടി ഭയങ്കര ഫ്രണ്ട്ലി ആണ്, നല്ല ഒരു ക്യൂട്ടാണ്. പറയുന്നതൊക്കെ കേൾക്കും. ജൂലി എന്നെങ്ങാണ്ട പേര്.
എന്നിട്ട് ഞങ്ങൾ അതിനെ കുറച്ച് നേരം കളിപ്പിച്ചു. അവളൊരു വടി എടുത്ത് എറിഞ്ഞു കൊടുത്തു. പക്ഷെ ആ വടി വേറെ ഏതോ വഴിയിൽ പോയി, അതായത് തപ്പിക്കൊണ്ട് നടക്കുക. ആൻഡ് രസമായിരുന്നു കേട്ടോ. ആൻഡ് ആ ഒരു ആ ഒരു അപ്പച്ചനാണെങ്കിൽ തന്നെ അങ്ങനെ ഹാറ്റ് കാണാൻ ഭയങ്കര ഭംഗിയാണ്. അങ്ങേരോട് ചോദിച്ചപ്പോൾ അങ്ങേര് പറഞ്ഞു ഞാൻ 10 വർഷം എടുത്ത് ആ ഒരു ഹാറ്റ് അങ്ങനെ ആക്കിയെടുക്കാൻ. കാരണം അങ്ങേര് ട്രാവൽ ചെയ്ത സ്ഥലവും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു ഹാറ്റാണത്. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. ബട്ട് അതിൻ്റെ വീഡിയോ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ തിരിച്ച് നടന്നിറങ്ങി വരുവാണ്. ഞങ്ങൾക്ക് ബസ് പിടിക്കണം. അടുത്തൊരു സ്പോട്ടുണ്ട്, ബട്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ നടന്നു. വീണ്ടും ആ വാട്ടർഫോൾസും കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ നോക്കി. പിന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഹിസ്റ്റോറിക്കൽ റൂട്ടെന്ന്. അപ്പോൾ ഞങ്ങളിങ്ങനെ പറയും പണ്ട് രഥമൊക്കെ വഹിച്ചുകൊണ്ട് പോയ സ്ഥലമൊക്കെ ആയിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞ് ഇതുവഴി നടന്ന് വിശക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളൊരു കടയിൽ കയറി. ഷാലോ ഫോൾസ് എന്ന് പറയുന്ന ഒരു ഷോപ്പാണത്. ആ ഷോപ്പ് എന്താ പറയുക, ആ റെസ്റ്റോറൻറ്റ് അവിടെ സ്റ്റേ ഉണ്ട്, പ്ലസ് ബാറുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ നിന്നിട്ട് നല്ല രസമുണ്ടായിരുന്നു ആ ഷോപ്പ് കാണാനായിട്ട്, റെസ്റ്റോറൻറ്റ് കാണാൻ. അങ്ങനെ റെസ്റ്റോറൻറ്റിൽ കയറി വീഡിയോ എടുത്തു, ഫോട്ടോ എടുത്തു. ഞങ്ങളെല്ലാവരും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഫുഡ് നോക്കിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചിൽഡ്രൻസിൻ്റെ ബർഗറാണ് ഓർഡർ ചെയ്തത്. എല്ലാവരും കൂടെ ഓർഡർ ചെയ്തു. ഒരു 6 പൗണ്ട്സിനുള്ളിൽ തന്നെ ഒതുക്കിയല്ല. എന്നിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ടോയ്ലറ്റിലൊക്കെ ഒന്ന് പോയി ഒന്ന് ഫേസൊക്കെ കഴുകി ഫ്രഷായി. പിന്നെ അവിടുന്ന് പതിയെ ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങി. അടുത്ത ബസ് ക്യാച്ചപ്പ് ചെയ്യണം. ഞങ്ങളുടെ പ്ലാൻ ഒന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്തു. ഞങ്ങൾ ലാൻഡ് ബ്രിഡ്ജിലേക്ക് തിരിച്ചു പോവുകയാണ്. കാരണം ഞങ്ങൾ വന്ന ടൈമിങ് തെറ്റിപ്പോയി. മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ആ വാട്ടർഫോൾസ് കാണാൻ പറ്റിയില്ല. അപ്പോൾ ബാക്ക് ടു ലാൻഡ് ബ്രിഡ്ജിലേക്ക് ഞങ്ങൾ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ സ്നോഡോണി ആ ഒരു ഏരിയ എത്തിയപ്പോഴാണ് ഞങ്ങളുടെ കുറേ ഫ്രണ്ട്സ് ബസ്സിലോട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എൻ്റർ ചെയ്യുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ അവർ സ്നോഡോണി കയറാൻ പോയേക്കുമായിരുന്നു. ആൻഡ് ഹാഫ് വേ ത്രൂ ആയപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് കാരണം കൊണ്ട് അവർക്ക് ബാക്കി മുഴുവൻ കയറാൻ പറ്റിയില്ല. എന്നിട്ട് അവർ തിരിച്ച് വന്നു. ആ കറക്റ്റ് ടൈമിലാണ് ഞങ്ങൾ വന്ന ബസ്സും വന്നത്. സോ അവർ ബാംഗ്ലൂരിലേക്ക് തിരിച്ചു പോകാനായിട്ട് കയറി. ഞങ്ങൾ ലാൻഡ് ബ്രിഡ്ജിലേക്ക് പോകാനായിട്ട് അതിൽ നിന്നു. എന്നിട്ട് ഞങ്ങളവിടെ ലാൻഡ് ബ്രിഡ്ജ് എത്തിയപ്പോൾ ഞങ്ങൾ ഇറങ്ങി. അവർ ബാംഗ്ലൂരിലേക്ക് പോയി. ഞങ്ങൾ ലാൻഡ് ബ്രിഡ്ജിലെ ഒരു വണ്ടർഫുൾ അടിപൊളി സ്പോട്ടിലേക്ക് പോകാനായിട്ട് ഞങ്ങൾ റെഡിയായി പോയി. ആൻഡ് ട്രസ്റ്റ് മീ, അത് അടിപൊളിയായിരുന്നു. എനിവേ, അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിരിക്കും. അതുവരെ ബൈ. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.